ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് മലയാളം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സാണ്. സോ അതിൽ തേർഡ് സെക്ഷനിലെ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചുവടെയുള്ള ചിത്രത്തിലെ പച്ചവര നീല ത്രികോണത്തിൻ്റെ വലതുവശത്തിന് സമാന്തരമാണ്. ഈ വര ത്രികോണത്തിന്റെ ഇടതുവശത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം കണക്കാക്കുക. In the picture below, the green line is parallel to the right side of the blue triangle. Calculate the length of the pieces into which the line cuts the left side. So, ഇവിടെ ഒരു നീല ത്രികോണം തന്നിട്ടുണ്ട്. ആ നീല ത്രികോണത്തിന് this is right side, this is left side, this is the bottom side. ഓക്കെ, ഈ നീല ത്രികോണത്തിന്റെ വലതുവശം ഇതാണ്, ഇടതുവശം ഇതാണ്, ഇത് താഴത്തെ വശമാണ്, പാദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ വലതുവശത്തിന് സമാന്തരമായിട്ട് ഒരു പച്ച വര വരച്ചിട്ടുണ്ട് അല്ലേ. ദർ ഇസ് എ ഗ്രീൻ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദിസ് റൈറ്റ് സൈഡ് ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ദി ബോട്ടം സൈഡ് ഇൻറ്റു 3 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ അല്ലേ. ഇത് താഴത്തെ വശത്തിന് എങ്ങനെ മുറിക്കുന്നു? 3 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആയിട്ട് മുറിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലെങ്ത്. ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് നീളം? 6 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദീസ് സെഗ്മെന്റ്സ്. അതായത് ഈ ഒരു സെഗ്മെന്റ്, ഈ പച്ചവര മുറിക്കുമ്പോൾ, ഈ 6 സെന്റിമീറ്റർ പച്ചവര മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് സെഗ്മെന്റ് ഇത്, സെക്കൻഡ് സെഗ്മെന്റ് ഇത്, ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സിന്റെയും ലെങ്ത്, ഓക്കെ, ഈ രണ്ട് രേഖാഖണ്ഡത്തിന്റെയും നീളം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗിവ് എ നെയിം. എ ബി സി ഈസ് ദ ട്രയാങ്കിൾ ആൻഡ് ഡി ഇ ഈസ് ദ പാരലൽ ലൈൻ. സോ ഇപ്പോൾ നമ്മളിവിടെ മുറിച്ചു. ഇനി നമ്മൾ നേരത്തെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെന്നത്, ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട്സ് ദ അതർ ടു സൈഡ് ഇൻടു ദ സെയിം പാർട്ട്. അതായത് ഒരു ട്രയാങ്കിളിന് 3 വശങ്ങളുണ്ട്. അതിൽ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര എന്ത് ചെയ്യും? മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ എന്ത് ചെയ്യും? ഭാഗിക്കും. ഓക്കെ, സോ ഇൻ ദിസ് ഫിഗർ ഓൾസോ there is 3 sides AB, BC and AC, and there is a line DR which is parallel to BC. So this line DR will divide the other two lines AC and AB into equal parts. Okay, അപ്പോൾ ഈ ത്രികോണത്തിൽ 3 വശങ്ങളാണ്, ABയും BCയും ACയും. സോ BC എന്ന് പറയുന്ന ഭാഗത്തിന് സമാന്തരമായിട്ട്, വശത്തിന് സമാന്തരമായിട്ട് നമ്മൾ DE എന്ന് പറയുന്ന വര വരച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതെന്ത് ചെയ്യും? ACയെയും ABയെയും ഡിവൈഡ് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഭാഗങ്ങളായിട്ടായിരിക്കും. അതാണ് ആ കോൺസെപ്റ്റ്. സോ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ രീതിക്കുള്ള കണക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ റേഷ്യോസ് ഒക്കെ എഴുതി വർക്കൗട്ട് ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഡിസ്റ്റൻസ് എന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു റേഷ്യോയിൽ AE ഈസ് ടു EB എന്താണ്? നമുക്ക് AD ബൈ DC ഈക്വൽ ടു AE ബൈ EB ആണ്. വിച്ച് മീൻസ് AD ഈസ് ടു DC, sorry, it's not DD, it is DC, ഈക്വൽ ടു എന്താണ്? AE ഈസ് ടു EB ആണ് അല്ലേ. സോ ഈ ഒരു റേഷ്യോ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? AD കണ്ടുപിടിക്കാം. വാട്ട് ഈസ് AD? AD വിച്ച് ഈസ് കറസ്പോണ്ട്സ് ടു AE അല്ലേ. AE ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? AC എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് എത്രയാണ്? 6 ഇൻറ്റു ഈ റേഷ്യോ എന്താണ്? കറസ്പോണ്ട്സ് ടു 3 അല്ലേ. AE കറസ്പോണ്ട്സ് ടു 3. സോ 3 ഡിവൈഡ് ബൈ, സോ ടോട്ടൽ ലെങ്ത്, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? 8 അല്ലേ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. സോ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് 4 ആൻഡ് ദിസ് 3, ദിസ് 9/4 വരും. 9/4 വിച്ച് ഈസ് ഈക്വൽ ടു 2 1/4. ഇൻ ഡെസിമൽ ഫോമിൽ എഴുതുവാണെങ്കിൽ 2.25 സെൻറ്റിമീറ്റർ. ഇതാണെന്ത്? ADയുടെ നീളം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? EBയുടെ നീളം കണ്ടുകൂടെ? EB എന്ത് ചെയ്താൽ DCയുടെ നീളം കണ്ടുകൂടെ? ഒന്നുകിൽ 6ൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ റേഷ്യോ തന്നെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം.
DC equal to DC corresponding എന്താണ് is 5 centimeter അല്ലേ. സോ ടോട്ടൽ 6 centimeter ആണ് നമുക്ക് വരുന്നത്. അതിൽ it is corresponds to 5 centimeter in AB. AC-യിലെ DC എന്ന് പറയുന്നത് AB-യിലെ EB-ക്ക് പ്രൊപ്പോർഷൻ ആണ്. സോ ദാറ്റ് ഈസ് 6 into 5 divided by total length 8. ഓക്കെ, DC by AC എന്ന് പറയുന്നത് EB by AB-ക്ക് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. സോ ദിസ് കട്ട് ചെയ്താൽ 3, നേരത്തെ പോലെ 4, 5 3 15, 15 by 4 എന്ന് വരും. സോ ദ ആൻസർ ഈസ് 3 by 4, which is in decimal it is 3.75 centimeter. So we have found these two length. That is, this one is what, 2.25 centimeter, and this is 3.75 centimeters. Okay, so നമ്മൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഈ തന്നിട്ടുള്ള എങ്ങനെയാണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. സോ ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ABCD എന്ന സമാന്തരികത്തിൽ AB-യിലെ P എന്ന ബിന്ദുവിൽ കൂടി BC-ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AC-യുമായി Q-ൽ കൂട്ടിമുട്ടുന്നു. Q-വിലൂടെ AB-ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AD-യുമായി R-ൽ കൂട്ടിമുട്ടുന്നു. ഓക്കെ, in the parallelogram ABCD, the line through the point P on AB parallel to BC meet AC at Q. The line through Q parallel to AB meets AD at R. Okay, so this is the parallelogram ABCD. Okay, ABCD. In this ABCD, there is a line through AB-യിലെ P എന്ന ബിന്ദുവിൽ കൂടി is P. So we are drawing a line PQ which is parallel to BC. അല്ലെങ്കിൽ P-യിൽ കൂടെ വരയ്ക്കുന്ന BC-ക്ക് സമാന്തരമായിട്ട് P-യിൽ കൂടെ നമ്മളൊരു ലൈൻ വരച്ചപ്പോൾ എന്ത് ചെയ്തു, അത് ഈ ഡയഗണൽ എന്ത് ചെയ്തു, Q-ൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ AC-യിൽ Q-ൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. ദെൻ സിമിലർലി AB-ക്ക് പാരലായിട്ട് R-ൽ നിന്നൊരു ലൈൻ വരച്ചപ്പോൾ അതും എന്ത് ചെയ്തു, ഈ Q-ൽ എന്ത് ചെയ്തു, ഇൻ്റർസെക്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ഇവിടെ R-ആയിട്ട് കൂട്ടിമുട്ടുന്നു. സോ ദിസ് ഇസ് ദ പാരലോഗ്രാം ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് AP by PB ഈസ് ഈക്വൽ ടു AR by RD. അതായത് AP by PB ഈക്വൽ ടു AR by RD എന്ന് തെളിയിക്കണം. ആൻഡ് ഓൾസോ AP by AB ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു AR by this total length AD എന്ന് കൂടി പ്രൂവ് ചെയ്യണം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. നമ്മൾ എന്ത് ചെയ്യുക, പാരൽ ലൈൻസ് മാത്രം എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് ഓൺ പാരൽ ലൈൻസ്. ഈ ലൈനിന് പാരൽ ആയിരിക്കും എന്ത്, ദിസ് PQ ആൻഡ് BC, ആൻഡ് സിമിലർലി DC-ക്ക് പാരലാണ് RQ ആൻഡ് സിമിലർലി AB. ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കിയ പാരലോഗ്രാമിൽ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ്, സോ ലുക്ക് അറ്റ് ദിസ്. നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം, നമുക്ക് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് കൺസിഡർ ദിസ് ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ABC. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അതായത് ABC ഇങ്ങനെ വരുന്ന ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. സോ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, PQ ഈസ് പാരലൽ ടു BC. PQ ഈസ് പാരലൽ ടു BC അല്ലേ. PQ എന്ന് പറയുന്ന സൈഡ് BC-ക്ക് പാരലാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അതായത് PQ ഈസ് ഡ്രോൺ, ദാറ്റ് ഈസ് PQ മീൻസ് P-യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, BC-ക്ക് പാരലായിട്ട് വരയ്ക്കുന്ന വര എന്ത് ചെയ്യുന്നു, Q-ൽ കൂട്ടിമുട്ടുന്നു. വിച്ച് മീൻസ് PQ ഈസ് പാരലൽ ടു BC. സോ അതാണ് നമ്മളിവിടെ PQ ഈസ് പാരലൽ ടു BC. ആൻഡ് സോ നമ്മൾ നേരത്തെ നോക്കിയതനുസരിച്ച് ഈ ട്രയാങ്കിൾ ABC-യിൽ there is a side BC. BC-ക്ക് പാരലായിട്ട് PQ വരച്ചു കഴിഞ്ഞാൽ PQ will divide AC and AB. Okay,
ബി സിക്ക് പാരലായിട്ട് പി ക്യു വരച്ചു കഴിഞ്ഞാൽ, സമാന്തരമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ പി ക്യു എന്ത് ചെയ്യും, എ സിയെയും എ ബിയെയും ആ വരയ്ക്കുന്ന ആ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ വെച്ച് ഈക്വൽ ആയിട്ട് ഭാഗിക്കും നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ വി ക്യാൻ റൈറ്റ്, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം, എ പി അല്ലെ എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു വാട്ട്, എ പി ബൈ പി ബി എന്ന് നമുക്ക് എഴുതാം. എ പി ബൈ പി ബി സിമ്പിളായിട്ട് എഴുതാം അല്ലേ. എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു എ പി ബൈ പി ബി. ദിസ് ഈസ് 1, ഇക്വേഷൻ നമ്പർ 1. എഴുതിക്കൂടെ? ഉറപ്പായും എഴുതാം. നെക്സ്റ്റ് എന്തെഴുതാം, എ ക്യു ബൈ എ സി എന്തിന് ഈക്വൽ ആയിരിക്കും, അത് ടോട്ടൽ ലെങ്ത്. ദിസ് എ ക്യു ഡിവൈഡ് ബൈ എ സി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് എന്തിന് ഈക്വൽ ആയിരിക്കും, എ പി ഡിവൈഡ് ബൈ എ ബി. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സോ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് 2 ഇക്വേഷൻസ് കിട്ടി. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദ ട്രയാങ്കിൾ, മുകളിലുള്ള ട്രയാങ്കിൾ എ സി ഡി. ട്രയാങ്കിൾ എ സി ഡി കൺസിഡർ ചെയ്താൽ എന്ത് കിട്ടും, എ സി ഡിയിൽ 2 സൈഡ്സ് പാരലാണ്. ഏതൊക്കെയാണ്, ഡി സിക്ക് പാരലാണ് ആർ ക്യു, അതായത് ക്യൂവിൽ നിന്ന് എ ഡിയിലേക്ക് വരയ്ക്കുന്ന ലൈൻ എന്ത് ചെയ്യും, വിച്ച് ഇസ് പാരൽ ടു വാട്ട്, ഡി സി. സോ ട്രയാങ്കിൾ എ സി ഡിയിൽ, ട്രയാങ്കിൾ എ സി ഡി, ത്രികോണ എ സി ഡിയിൽ ആർ ക്യു ഈസ് പാരൽ ടു ഡി സി. ആർ ക്യു എന്തിന് പാരലാണ്, ഡി സിക്ക് പാരലാണ് അല്ലേ. ആർ ക്യു ഇസ് പാരൽ ടു ഡി സി. സോ ഇതേ കോൺസെപ്റ്റ്, അതായത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ എ സി ഡിയിൽ ഡി സിക്ക് പാരലായിട്ട് ആർ ക്യു വരച്ചാൽ ആർ ക്യു വിൽ ഡിവൈഡ് എ ഡി ആൻഡ് എ സി ഇൻ എ സെയിം റേഷ്യോ. സോ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് നമുക്ക് എന്ത് എഴുതാം, എ ആർ ബൈ ആർ ഡി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി. എഴുതിക്കൂടെ? എഴുതാം, സിമ്പിളായിട്ട് എഴുതാം. സോ ദിസ് ഇസ് 3. ദെൻ സിമിലർലി നമുക്ക് എന്ത് എഴുതാം, ടോട്ടൽ ലെങ്ത് വെച്ച് എഴുതാം അല്ലേ. എ ആർ ബൈ എ ഡി, എ ആർ ഡിവൈഡ് ബൈ എ ഡി ഈക്വൽ ടു എന്തെഴുതാം, എ പി ഡിവൈഡ് ബൈ എ ബി. എ പി ഡിവൈഡ് ബൈ എ ബി. ദിസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ. സോ അപ്പോൾ ഈ 1, 2, 3, 4 ഇക്വേഷൻസ് കിട്ടി. ഈ 4 ഇക്വേഷൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ 4 ഇക്വേഷൻസിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണെന്ത്, എ ക്യു ബൈ ക്യു സി, സിമിലർലി എ ക്യു ബൈ എ സി അല്ലേ. എ ക്യു ബൈ ക്യു സി, എ ക്യു ബൈ എ സി. സോ ഈ കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2, കമ്പയർ ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 and 3, ഇക്വേഷൻ 1ഉം 3ഉം പരിഗണിച്ചാൽ, കൺസിഡർ ഇക്വേഷൻ 1 and 3, 1ഉം 3ഉം പരിഗണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വി നോ എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു എ പി ബൈ പി ബി, സിമിലർലി എ ക്യു ബൈ ക്യു സി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ രണ്ടിടത്തും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എ ക്യു ബൈ എ സി എന്ന് പറയാം, എ ക്യു ബൈ ക്യു സി രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ എന്ത്, എ പി ബൈ പി ബി ഈക്വൽ ടു എന്താണ്, എ ആർ ബൈ ആർ ഡി കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. എ പി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി അല്ലേ, സോറി, എ ആർ ബൈ ആർ ഡി. ഒരു ഇക്വേഷൻ കിട്ടി. അടുത്ത് സിമിലർലി കൺസിഡർ ഇക്വേഷൻ 2 and 4. ഇക്വേഷൻ 2ഉം 4ഉം കൺസിഡർ ചെയ്താൽ എന്ത് കിട്ടും, ഇവിടെ നോക്കിയാലും കോമൺ ആയിട്ട് എന്തുണ്ട്, കോമൺ ആയിട്ട് വരുന്നത് എ പി ബൈ എ ബി അല്ലെങ്കിൽ എ ക്യു ബൈ എ സി, സോറി, എ ക്യു ബൈ എ സി വരുന്നുണ്ട് അല്ലേ. This is a q by ac, ar by ad is equal to, sorry, this is a q by ac അല്ലേ,
എ ക്യൂ ബൈ എ സി. സോറി, ഞാൻ എഴുതിയെടുത്ത് മാറിപ്പോയി. എ ക്യൂ ബൈ എ സി, ദിസ് ഇസ് എ ക്യൂ ബൈ എ സി. കാരണം ഈ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലേ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു, എ ആർ ബൈ എ ഡി, ദിസ് എ ആർ ഡിവൈഡ് ബൈ എ ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എ ക്യൂ ഡിവൈഡ് ബൈ എ സിക്ക് ഈക്വൽ ആണ് അല്ലേ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത് നമ്മൾ അറിയാതെ ഇതിലെ വശം എഴുതിപ്പോയി. സോ എ ക്യൂ ബൈ എ സി, ദിസ് ഇസ് എ ക്യൂ ബൈ എ സി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. സോ അതിൻ്റെ ഇവിടുത്തെ റൈറ്റ് സൈഡ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും കൺസിഡറിങ് ദിസ്. സോ എ പി ബൈ എ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എ ആർ ബൈ എ ഡി, എ ആർ ബൈ എ ഡി. സോ നോക്കൂ, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. നമുക്ക് എന്താണ് തെളിയിക്കാനുണ്ടായിരുന്നത്, എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി അല്ലേ. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി, അത് തെളിയിച്ചില്ലേ, തെളിയിച്ചു. രണ്ടാമത് എന്താണ് ഉണ്ടായിരുന്നത്, എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ എ ഡി, എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ എ ഡി, അതും തെളിയിച്ചില്ലേ. ഇപ്പോൾ രണ്ടെണ്ണം തെളിയിച്ചു അല്ലേ. സോ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ചേഞ്ച് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിവിടെ എഴുതിയപ്പോൾ പറഞ്ഞപ്പോഴും വിട്ടുപോയതാണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ദിസ് എ ആർ ബൈ എ ഡി, എ ആർ ബൈ എ ഡി, എ ഡി ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി ആണ്. കാരണം നമ്മൾ ഈ ഒരു ട്രയാങ്കിളാണ് രണ്ടാമത് കൺസിഡർ ചെയ്തത്, അറിയാതെ ഈ സൈഡിലുള്ള എഴുതിപ്പോയതാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോകരുത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് ബാക്കി 2 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.